വിപുലമായ രീതിയിൽ ലോകത്തിൻ്റെ ഗ്രാമീണ മേഖലകളിൽ ലഭ്യമായതിനാൽ ഇൻ്റർനെറ്റിലൂടെ വിപണനം, സോഫ്റ്റ്വെയറുടെ സേവനം എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ERP സോഫ്റ്റ്വെയറുകൾ, വിപണന സോഫ്റ്റ്വെയറുകൾ, എഞ്ചിനീയറിംഗ് മോഡലിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നിവ ഉൾക്കൊള്ളിച്ച് വിപുലമായ രീതിയിൽ സോഫ്റ്റ്വെയറുടെ സമഗ്രമായ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വെബ്സൈറ്റ് നിർമ്മാണം ഇന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഭാഗമായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് എന്നിവ ഈ ചുവടുവെപ്പിൻ്റെ ആദ്യ ഭാഗമായി കണക്കാക്കാം. ഈ പഠന പരമ്പരയിൽ നിങ്ങൾ പഠിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ഇതെല്ലാമാണ്. ഇതിനെ ഞാൻ വീഡിയോയുടെ സഹായത്തോടുകൂടി നിങ്ങളെ ഈ പഠനം ആരംഭിക്കുകയാണ്. ആദ്യമായി നോട്ട് പാഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഈ വിവരണങ്ങൾ, സൂക്ഷ്മമായ വിവരണങ്ങൾ ഞാൻ നൽകുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയറുടെ വിവരണം സോഫ്റ്റ്വെയറിലൂടെ താങ്കൾക്ക് ലഭ്യമാണ്. 1. നമുക്കാവശ്യമായ സോഫ്റ്റ്വെയറുകൾ. സോഫ്റ്റ്വെയർസ്. ഈ സോഫ്റ്റ്വെയർ ഹെഡിങ്ങുകളിൽ നമുക്ക് ആവശ്യമായ സോഫ്റ്റ്വെയറുകൾ. ആദ്യത്തേത് HTML, രണ്ടാമത്തേത് XML, മൂന്നാമത്തേത് JavaScript, നാലാമത്തേത് ജാവ. ഈ ജാവ എൻ്റർപ്രൈസസ്, അതർവൈസ് EE. 5 PHP. ഇതെല്ലാം ഞങ്ങളുടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അതിനുശേഷം നമ്മൾ സർവർ സൈഡിൽ ഈ സോഫ്റ്റ്വെയറുകളെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്ത് സർവറിലാണ് ലോഡ് ചെയ്യുന്നത്. ഈ സർവർ സൈഡിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സർവർ സൈഡ് സോഫ്റ്റ്വെയർ. സർവർ സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് Tomcat, രണ്ട് WebSphere. WebSphere ഒരു IBM സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ മൂന്നാമത്തെ ഭാഗമായി ഞങ്ങൾ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസുകൾ ഒന്ന് MySQL, ഇതൊരു ഫ്രീ വെർഷനാണ്, നമുക്ക് ഇഷ്ടമായി ഉപയോഗിക്കാം, പ്രൈസ് നൽകേണ്ടതില്ല. SQLite അതുപോലെ തന്നെ വേറൊരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ് SQLite. പക്ഷേ ഇതെല്ലാം വെരി പവർഫുൾ സോഫ്റ്റ്വെയർസുകളാണ്. ഇതിൻ്റെ പഠനം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് നല്ല ജോലികൾ ലഭ്യമായിരിക്കും, നിങ്ങൾക്ക് നല്ല ജോലികൾ
ലഭ്യമാകുന്നതാണ്. 3 SQL സർവർ. നാലാമത്തെ ഒരു ഡാറ്റാബേസ് ആണ് ഒറാക്കിളിൻ്റെ PLSQL. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ് DBase. ഇനി അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ജാവ, PHP എന്നിവ നിർമ്മിക്കുവാൻ ആവശ്യമുള്ള പ്ലാറ്റ്ഫോമുകളാണ്, ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റുകളാണ്. ജാവ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റുകളായ ഒന്ന് എക്ലിപ്സ്, 2 നെറ്റ്സ്പിയർ, 3 ഇത്രയും സോഫ്റ്റ്വെയറുകളുടെ സൂക്ഷ്മമായ പഠനങ്ങളും അതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും ആണ് ഈ പഠന പ്രക്രിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ഞങ്ങൾ ഇതിനെങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ HTML എഡിറ്ററുകളായ Dreamweaver, പരിചയപ്പെടുന്നതായിരിക്കും. ഫോട്ടോ എഡിറ്റർ സോഫ്റ്റ്വെയറുകളായ ഒന്ന് ലൈറ്റ്സ് വർക്ക്, രണ്ട് ബ്ലെൻഡർ, ഇത്രയും വിപുലമായ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടിയാണ് ഒരു വെബ്സൈറ്റ്, കൊമേഴ്സ്യൽ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്ന് പരിശോധിക്കാം. ആദ്യമായി HTML കോഡുകൾ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്യുന്നു. ഇതിനെ വെബ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു ഇൻ്റർനെറ്റ് വഴി.
രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് തയ്യാറാക്കുന്നു. ഇത് ഡാറ്റാബേസ് നമ്മൾ തയ്യാറാക്കുന്നത് MySQL-ലോ SQLite-ലോ SQL സെർവറിലോ SQL-ലോ ഡിവൈസിലോ തയ്യാറാക്കുന്നു. ഈ തയ്യാറാക്കുന്ന ഡാറ്റാബേസുകൾ ഡാറ്റാബേസ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ജാവ ELO PHP-ലോ തയ്യാറാക്കുന്നു. ഇവയെ ആപ്ലിക്കേഷൻ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ മൂന്നിനെയും കോർത്തിണക്കിക്കൊണ്ട് വെബ് ബ്രൗസർ വെബ് ബ്രൗസർ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അതിൻ്റെ പ്രാധാന്യമായ വശങ്ങൾ മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത ഭാഗത്തിനായി ക്ഷണിച്ചുകൊണ്ടും വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി. ആദ്യത്തെ